പത്തരമാറ്റ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അനിയെ കോടതിയിൽ ഹാജരാക്കാതെ നേരെ സ്റ്റേഷനിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരുന്നുണ്ട്. സെക്രട്ടറി വന്നിട്ട് സിഐയോട് ചോദിക്കുന്നുണ്ട്, അവർ രണ്ടുപേരും ഒരേ വണ്ടിയിലല്ലേ പോയത്, അതുകൊണ്ട് കണ്ണുകൾ തമ്മിൽ ഉടക്കി പ്രണയം കൈമാറിയിട്ടുണ്ടാവുമല്ലേ എന്ന് ചോദിക്കും. അപ്പോഴേക്കും സിഐക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് പറയും. അപ്പോൾ സെക്രട്ടറി ചോദിക്കുന്നുണ്ട്, അതിന് സാർ ഫ്രണ്ട് സീറ്റിലല്ലേ ഇരുന്നത്, അപ്പോൾ ബാഗിൽ എന്താ നടന്നു കാണുന്നതെന്ന് സാർ അറിഞ്ഞിട്ടില്ലാവില്ലല്ലോ. സാർ ശരിക്കും ആ കാണിച്ചത് ഒരു പൊട്ടത്തരമല്ലേ? അങ്ങനെ പോകണമെങ്കിൽ തന്നെ നന്ദുമേടത്തെ ഒഴിവാക്കിയിട്ട് സാർ വേണ്ടേ അവനെ കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ ആകുമ്പോൾ മജിസ്ട്രേറ്റ് ഒന്നും ഒരിക്കലും അവന് ജാമ്യം കൊടുക്കത്തില്ലായിരുന്നു. അവൻ അങ്ങനെ ജയിലിലാവുകയും ചെയ്യായിരുന്നു. ആ സമയത്ത് അവൻ ജയിലിലുള്ള സമയത്തിന് സാറിൻ്റെ വിവാഹ നിശ്ചയം നടത്തുകയും ചെയ്യായിരുന്നു. എങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ കല്യാണമായതിന് അങ്ങനെയൊക്കെയല്ലായിരുന്നു സാറെ ചെയ്യേണ്ടിരുന്നത് എന്നൊക്കെ ചോദിക്കാട്ടെ സക്കറിയ. അപ്പോൾ CI പറഞ്ഞിട്ട് എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി, ഇനിയിപ്പോൾ നാളെയാണെങ്കിലും അവന് ജാമ്യം കിട്ടാനൊന്നും പോകുന്നില്ല, അവൻ എന്തായാലും റിമാൻഡ് ചെയ്യപ്പെടും. ആ സമയത്ത് എങ്ങനെയെങ്കിലും വിവാഹ നിശ്ചയം നടത്താമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറയാട്ടെ CI. എന്നിട്ട് സെക്രട്ടറിയോട് പ്രത്യേകം പറഞ്ഞിട്ട്, ഇനി നന്ദു എന്ത് ആവശ്യമുണ്ടെങ്കിലും ഒരിക്കലും അവൻ്റെ ആ ഒരു സെല്ലിൻ്റെ അടുത്തേക്ക് പോകരുത്, അവൻ എന്ത് ആവശ്യമുണ്ടെങ്കിലും നിങ്ങളത് നടത്തി കൊടുക്കണം, ഒരിക്കലും നന്ദുവിനെ അവൻ്റെ അടുത്തേക്ക് അടുപ്പിക്കണ്ടെന്നൊക്കെ പറയും. അപ്പോൾ സെക്രട്ടറി പറഞ്ഞിട്ട്, ഇതിപ്പോൾ സാർ എന്നോട് പറഞ്ഞില്ലെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കും, അതുകൊണ്ടല്ലേ ഞാൻ ഇടയ്ക്ക് ഉപദേശമായിട്ട് സാറിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നത്. ഞാൻ സാറിൻ്റെ സീനിയർ ആണെങ്കിൽ പോലും അനുഭവ സമ്പത്ത് കൊണ്ട് പ്രായം കൊണ്ട് ഞാൻ ഒരുപാട് മൂപ്പുള്ളതാണ്, അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സാർക്ക് പറഞ്ഞു തരുന്നത് എന്നൊക്കെ പറഞ്ഞ് CI ഒന്ന് സോപ്പിട്ടതിന് ശേഷമായിരിക്കട്ടെ സെക്രട്ടറി അവിടെ നിന്നും പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് ദേവേനായിരിക്കും. ദേവേനെ അനി ജയിലിലായത് കൊണ്ട് തന്നെ ആകെ സങ്കടപ്പെട്ടിങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്തിന് ജാനകി അങ്ങോട്ടേക്ക് വരും. ജാനകി വന്നിട്ട് ദേവേനെ ഇങ്ങനെ ഒരുപാട് കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. എൻ്റെ മകനിപ്പോൾ ജയിലിലാണ്, അങ്ങനെ അവനൊരവസ്ഥ ഉണ്ടാവാൻ കാരണം തന്നെ ആദർശാണ്. ആദർശ് അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ദേവേനെ കുറ്റപ്പെടുത്തും. അന്നേരം ദേവേനെ ചോദിക്കുന്നത്, അതിനിപ്പോൾ ആദർശ് എന്ത് തെറ്റ് ചെയ്തു എന്ന് ചോദിക്കുന്ന സമയത്തിന് ജാനകി പറഞ്ഞത്, ആദർശ് നയനെ വിവാഹം കഴിച്ചത് കൊണ്ട് തന്നെയാണ് നന്ദുമായിട്ട് ഈ വീടിനൊരു ബന്ധമുണ്ടായത്, അതുകൊണ്ട് തന്നെയാണ് അനി നന്ദുവിനെ കണ്ടതും, അങ്ങനെയൊക്കെ തന്നെയാണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ദേവയാനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയാണ് ജാനകി. ഏട്ടത്തിക്ക് അവന് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടത്തി അവന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല, ഒന്നും മിണ്ടാതെ ഏട്ടത്തി ഇവിടെ തന്നെ ഇരിക്കും, പാവം എൻ്റെ കുഞ്ഞ്, അവൻ ഇനി കുറേ കാലം ജയിലിൽ തന്നെ കഴിയേണ്ടി വരും. അനാമികമോൾ ഈ വീട്ടിലേക്ക് കയറി വന്നതിന് ശേഷം എല്ലാവരും ചേർന്നിട്ട് അതിനൊരു സ്വൈര്യം കൊടുത്തിട്ടില്ല. അങ്ങനെ മനസ്സ് മടുത്തുകൊണ്ട് തന്നെയാണ് ആ കൊച്ചി ഈ വീട് വിട്ടിറങ്ങിപ്പോയത്. അങ്ങനെ ജാനകി ഏതായാലും എല്ലാവരും ഇങ്ങനെ നിർത്താതെ കുറ്റപ്പെടുത്തി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് ദേവേനി പറഞ്ഞിട്ട്, അനാമികയുടെ കാര്യം നീ ഏതായാലും എന്നോട് പറയണ്ട, അവൾ എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ടറിയാം. ഏതായാലും ഞാൻ നേരെ സ്റ്റേഷനിലേക്ക് പോവാണ്, അവനെ ഇറക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ ദേവേനി പോകുന്നത്. ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്തിന് ജലജ പറഞ്ഞിട്ട്, അവരിപ്പം ഇനി സ്റ്റേഷനിലേക്ക് പോയിട്ടും ഒരു കാര്യമില്ല, ഇനിയിപ്പോൾ ആ കേസ് അനാമികയായിട്ട് പിൻവലിച്ചല്ലാതെ എനിക്കൊരിക്കലും ജാമ്യം കിട്ടാനും പോകുന്നില്ല, അവരിനി അവളെ കണ്ടിട്ട് കോംപ്രമൈസ് ആയാൽ മാത്രമേ കാര്യം നടക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊടുത്തിന് ജലജ അവിടെ നിന്നങ്ങ് പോകുന്നതോട് കൂടത്തിന് ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കുമായിരിക്കും ജാനകി. ദേവേനെ ഏതായാലും സ്റ്റേഷനിലേക്ക് കയറി വന്നു എന്ന കാര്യം സെക്രട്ടറി വന്ന് പറയുന്ന സമയത്തിന്, അയ്യോ അവരവിടെ നിർത്തേണ്ട കാര്യമില്ലായിരുന്നു, ഏതായാലും അവരെങ്ങോട്ടേക്ക് കയറ്റി വിടുമെന്ന് പറയും. അങ്ങനെ ദേവേനെ അകത്തേക്ക് വരുന്ന സമയത്തിന് CI ഭയങ്കര സ്നേഹത്തോട് സ്വീകരിക്കണം. അയ്യോ ആദർശേട്ടൻ്റെ അമ്മയല്ലേ, എനിക്കറിയാം ഇവിടെ ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സ്വീകരണമാണ്. എന്നിട്ട് പറഞ്ഞിട്ട്, മാഡം ഇപ്പം എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്നുള്ള കാര്യം എനിക്കറിയാം, അനിയുടെ കാര്യത്തിനല്ലേ, അവൻ്റെ കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇന്ന് തന്നെ മജിസ്ട്രേറ്റിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയതാണ് ജാമ്യം കിട്ടുമെന്നറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇന്ന് കൊണ്ടുപോയാൽ ശരിയാവില്ല, ഇപ്പോഴത്തെ മജിസ്ട്രേറ്റ് കുറച്ച് കടുംപിടുത്തക്കാരനാണ്. സ്ത്രീകൾക്കെതിരെയുള്ള ഗൂഢാലോചന അല്ലെങ്കിൽ അക്രമം എന്ന് കേട്ടാൽ അത് പിന്നെ ഒന്നും നോക്കാതെ റിമാൻഡ് ചെയ്ത് കളയും, അതുകൊണ്ട് തന്നെ അവനെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് തിരികെ കൊണ്ടുവരുമായിരുന്നു. ഇനിയിപ്പോൾ ഇതിനെതിരെ ഒരൊറ്റ കാര്യം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, കേസ് കൊടുത്ത ആ ഒരു പെൺകുട്ടി നാളെ ഒരിക്കലും കോടതിയിൽ ഹാജരാവരുത്. ആ ഒരു രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും ഡീലിങ്സ് പുറത്തു വെച്ച് നടത്തിയാൽ മാത്രമേ ഇനി അനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പിന്നെ അനിനെ റിമാൻഡ് ചെയ്തിട്ട് അവൻ നേരെ ജയിലിലേക്ക് പോകുമെന്നൊക്കെ പറഞ്ഞു കൊടുക്കാട്ടോ CI. ഇത് കേൾക്കുമ്പോൾ ദേവേനിക്ക് ഭയങ്കര സങ്കടമാവും. ദേവേനി പറഞ്ഞിട്ട്, അവൻ അങ്ങനെ ജയിലിൽ കിടക്കേണ്ട ഒരു കുട്ടിയൊന്നുമല്ല, അവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം, അതുതന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയും. അപ്പോൾ CI പറഞ്ഞിട്ട്, അവൻ അങ്ങനെ ജയിലിൽ കിടക്കണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹമില്ലായിരുന്നു, പക്ഷെ മുകളിൽ നിന്ന് നല്ല പ്രഷറുണ്ട്, ഇനിയിപ്പോൾ അവരെങ്ങാനും മിന്നൽ പരിശോധനയ്ക്ക് വരുന്ന സമയത്ത് ഞങ്ങളെങ്ങാനും അവനെ സെല്ലിലിട്ടില്ലെങ്കിൽ പിന്നെ അത് വലിയ പ്രശ്നമാവും. അന്നേരം ദേവേനി പറഞ്ഞിട്ട്, നിങ്ങൾക്ക് ഏതായാലും നിങ്ങളുടെ ജോലി ചെയ്യണമല്ലോ, അതിന് ഞങ്ങൾ ഏതായാലും പരാതി പറയുന്നില്ല എന്ന് പറയും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എനിക്ക് അനിയെന്ന് കാണാൻ പറ്റുമെന്ന് ചോദിക്കുന്ന സമയത്തിന്, കണ്ടോ അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നതിന് സമ്മതം കൊടുക്കും. ദേവേനി ഏതായാലും അവിടെ നിന്നും എഴുന്നേറ്റ് നേരെ അനിയെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. ദേവേനി വന്ന് നോക്കുന്ന സമയത്തിന് അനി നല്ല ഉറക്കത്തിലായിരിക്കും. അത് കാണുമ്പോൾ തന്നെ ദേവേനിക്ക് ഭയങ്കര സങ്കടമാണ്. ദേവേനി വന്നിട്ട് അനിയെ വിളിക്കും. ദേവേനി വന്ന് ചോദിക്കുന്നുണ്ട്, മോനെ നീ എന്ത് പരിപാടിയായി കാണിച്ചത്, നീ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, അങ്ങനെയുള്ള നീ എങ്ങാനും ജയിലിലേക്ക് പോയുള്ള അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കിയേ, അവൾ മോനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി വന്നതല്ലായിരുന്നു, എന്നിട്ട് മോൻ എന്തിനാ അതിന് നിന്ന് കൊടുത്തത് എന്നൊക്കെ ചോദിക്കും. അപ്പം അനി പറയുന്നത്, അവൾ പറയുന്നത് കേട്ടാൽ ആരാണെങ്കിലും തല്ലിപ്പോവും, അവൾ എന്താണ് എന്നോട് പറഞ്ഞതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആദർശേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദേവേനി പറഞ്ഞിട്ട്, ശരിക്കും ആ തല്ല് അവൾ ഇറന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് മോൻ്റെ അടുത്തേക്ക് വന്നതാണ്, എങ്കിലല്ലേ മോനെ ഈ ഒരു അവസ്ഥയിൽ അവൾക്ക് എത്തിക്കാൻ പറ്റുള്ളൂ,
അത് അവൾ മനഃപൂർവ്വം ചെയ്തപ്പോൾ അത് തിരിച്ചറിയാനൊന്നും മോനെ കൊണ്ട് പറ്റിയില്ലല്ലോ എന്നൊക്കെ പറയും. സാരമില്ല മോനെ, മോന് വിഷമിക്കട്ടെ, എങ്ങനെയെങ്കിലും അനാമികയെ കണ്ടിട്ട് മോനെ രക്ഷപ്പെടുത്താൻ ഞാൻ നോക്കുമെന്ന് പറയുന്ന സമയത്തിന് അനി അതിന് സമ്മതിക്കില്ല. ഞാനിപ്പോൾ ഇനി ജയിലിൽ കിടന്നാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല, ഒരു കാരണവശാലും വല്യമ്മ അവളുടെ കാല് പിടിക്കാൻ പോകരുത് എന്ന് പറയാണ് അനി. ദേവേനി പറഞ്ഞിട്ട് നീ ഏതായാലും ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ ദേവേനി അവിടെ നിന്നും പോരുന്നത്. ദേവേനി അവിടെ നിന്ന് നേരെ പോകുന്നത് നന്ദുവിൻ്റെ അടുത്തേക്കായിരിക്കും. അങ്ങനെ വാ ആൻറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ടതിന് ദേവേനി അവിടെ പിടിച്ചിരുത്തട്ടെ നന്ദു, എന്നിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയാണ്. നന്ദു പറഞ്ഞിട്ട് ഞാനും ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അയാൾ നാട് മൊത്തം നടന്നിട്ട് കുറേ അധികം കടം വാങ്ങിച്ചിട്ടുള്ള ആളാണ്. അങ്ങനെ കടം വാങ്ങിച്ചിട്ട് കൊടുക്കാതെ ആരുടെയും ഒരാളെ എനിക്ക് കയ്യിൽ കിട്ടുകയാണെങ്കിൽ അയാളെ കൊണ്ട് പരാതി എഴുതിപ്പിച്ചിട്ട് ഞാൻ അയാളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമെന്ന് പറയും. അപ്പോഴും ദേവേനി പറഞ്ഞിട്ട് അതുകൊണ്ടൊന്നും പ്രയോജനമില്ലല്ലോ, നമുക്ക് എങ്ങനെയെങ്കിലും ഇപ്പോൾ അനിയെ പുറത്തിറക്കണ്ടേ, അതുകൊണ്ട് തന്നെ ഞാൻ ഏതായാലും ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അനാമികയെ കാണാൻ പോകാൻ തീരുമാനിച്ചു എന്ന് പറയുന്ന സമയത്തിന് നന്ദുവിന് അങ്ങ് ദേഷ്യം വരും. നന്ദു പറഞ്ഞിട്ട് ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആൻറ്റി എന്ന് പറയും. അപ്പോൾ ദേവേനി ചോദിക്കുന്നത് പിന്നെ ഞാൻ എങ്ങനെയാണ് അനിയെ രക്ഷപ്പെടുത്തുന്നത്, അവൻ ഇങ്ങനെ സെല്ലിൽ കിടക്കുന്നത് എനിക്ക് കാണാൻ പറ്റില്ല, എനിക്കെൻ്റെ ആദർശമോനെ പോലെ തന്നെയാണ് അവനും, ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ പറ്റുമോ നോക്കട്ടെ, ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ ദേവേനി അവിടെ നിന്നും പോരുന്നത്. ദേവേൻ്റെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് നന്ദുവിന് ആകെ വിഷമായിരിക്കും. ദേവയാനി ഏതായാലും രണ്ടും കൽപ്പിച്ചു കൊടുത്തിന് അനാമികയോട് സംസാരിക്കാമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അനാമികയുടെ വീട്ടിലേക്ക് കയറി വരും. എന്നാൽ ദേവയാനി വരുന്നത് കണ്ടുകൊണ്ടതിന് രേവതിക്കൊരു പുച്ഛമായിരിക്കും. എന്നിട്ട് രേവതി അനാമികയും അതുപോലെ വേണുവിനെയും അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തും. രേവതി ചോദിക്കുന്നത് അല്ല നിങ്ങൾ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്, ഇവിടെ നിന്നും ആരെ നിങ്ങൾ ക്ഷണിച്ചതൊന്നുമില്ലല്ലോ, പിന്നെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് കയറി വരേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് പറയും. വേണു പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ആരിങ്ങോട്ടേക്ക് വന്നിട്ട് ഒരു കാര്യമില്ല, അനി എൻ്റെ മോളുടെ മുഖത്തടിച്ചു, ആ പാടൊരിക്കലും മാറില്ല, ഇനിയിപ്പോൾ ആ പാട് മാറിയാൽ പോലും ഞങ്ങളുടെ മനസ്സിൽ അവനുണ്ടാക്കിയ മുറിവ് അതൊരിക്കലും മാറില്ല. അന്നേരം ദേവേനി പറഞ്ഞിട്ട് ആ സമയത്ത് അവൻ അങ്ങനെ ഒരു കയ്യബദ്ധം പറ്റിപ്പോയി, അതിന് എന്ത് കോംപ്രമൈസിനും ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയും. അന്നേരം അനാമിക പറഞ്ഞിട്ട് അങ്ങനെ ഒരു കോംപ്രമൈസിനും ഞങ്ങൾ തയ്യാറല്ല, അവൻ എന്തായാലും ജയിലിൽ പോയി കിടക്കണം, എങ്കിലേ അവൻ്റെ ഈ സ്വഭാവത്തിനൊരു മാറ്റം വരുള്ളൂ, അവനൊരു പൊടിക്കൊന്ന് ഒതുങ്ങാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് അനാമിക ഭയങ്കര ദേഷ്യത്തിലാണ്. രേവതി പറഞ്ഞിട്ട് എൻ്റെ കുഞ്ഞിനെ തല്ലിയിട്ട് അവൻ അങ്ങനെ രക്ഷപ്പെടേണ്ട, അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ യാതൊരുവിധ കോംപ്രമൈസിനും ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയും. എന്നാൽ ഇവരാരും സമ്മതിക്കില്ല എന്ന് കണ്ടുകൊണ്ടിട്ട് ദേവേനെ വീണ്ടും അവരോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, അവൻ അങ്ങനെ ജയിലിൽ കിടക്കേണ്ടവനൊന്നുമല്ല, അതുകൊണ്ട് എന്ത് കോംപ്രമൈസിനും ഞങ്ങൾ തയ്യാറാണ്, നിങ്ങൾ ആവശ്യപ്പെട്ടാൽ മതി എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കും. എന്നാൽ പണത്തിൻ്റെ കാര്യം നേരിട്ട് പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ വേണു പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് ഞങ്ങളുടെ വക്കീലാണ്, അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് ഞങ്ങളുടെ വക്കീലിനെ നേരിട്ട് കണ്ടാൽ മതി എന്ന് പറയും. അപ്പോൾ ദേവേനി പറഞ്ഞിട്ട് അതിന് വക്കീലല്ലല്ലോ കേസ് പിൻവലിക്കേണ്ടത്, ഇവളല്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് അനാമയ്ക്ക് പറഞ്ഞിട്ട് ഞാൻ ഏതായാലും കേസ് പിൻവലിക്കുന്നില്ല, അവൻ നേരെ ജയിലിലേക്ക് പോവട്ടെ, അത് തന്നെയാണ് എൻ്റെ ലക്ഷ്യമെന്ന് ഉറപ്പിച്ചു പറയാണ് അനാമിക. ദേവയാനിക്ക് മറ്റ് നിവൃത്തിയില്ലാത്തത് കൊണ്ട് തന്നെ അനിയുടെ കാര്യമായതുകൊണ്ട് തന്നെ ഇവരുടെ മുന്നിൽ ഇങ്ങനെ തല കുനിച്ച് നിന്ന് പോവാണ്. എന്നിട്ട് വേണുവിനോട് വീണ്ടും പറയുന്ന സമയത്തിന് വേണു പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളെ കണ്ടിട്ട് കാര്യമില്ല, ഞങ്ങളുടെ വക്കീലിനെ പോയി കാണുമെന്ന് പറയുന്ന സമയത്തിന് ഏത് വക്കീലാണ് എവിടെയാണെന്ന് ചോദിക്കുന്ന സമയത്തിന് വേണുവിന് അങ്ങ് ദേഷ്യം വരും. ഓ ഇനിയിപ്പോൾ അതും ഞാൻ തന്നെ പറഞ്ഞു തരണോ, അത് തന്നെത്താൻ അങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ മതി, അതിപ്പോൾ ആരായാലും അന്വേഷിച്ചാൽ കണ്ടെത്താൻ പറ്റുമെന്നൊക്കെ പറയും. ഇതെല്ലാം കേട്ട് ആകെ വിഷമത്തോടു കൂടിയായിരിക്കട്ടെ ദേവേനി അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നത്. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് വേണുവും അനാമികക്കും രേവതിക്കൊക്കെ ഭയങ്കര സന്തോഷം. അവർ പറഞ്ഞത് ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെ സംഭവിച്ചാലും നമ്മൾ ഒട്ടും വിട്ടുകൊടുക്കരുത്, ഇനിയിപ്പോൾ എത്ര കോംപ്രമൈസിന് സമ്മതിച്ചാൽ പോലും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തോളും, ഏതായാലും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ആ വഴിക്ക് വരുന്നുണ്ട്, ഇതിൻ്റെ പേരിൽ നല്ലൊരു എമൗണ്ട് കിട്ടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് വളരെയധികം സന്തോഷത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന വേണുവിനെയും അനാമികയും അതുപോലെ തന്നെ രേവതിയൊക്കെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.